ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ അനുമോൾ അനീഷ് ഇഷ്യൂ കുറച്ചുകൂടെ ടൈറ്റായി മുറുകിക്കൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ അനുമോൾ വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൗസിനുള്ളിൽ വേറെ രീതിയിലുള്ള ചർച്ചകളായിട്ട് മാറുന്നുണ്ട്. അതായത് അനുമോൾ പറയുന്നുണ്ട്, എനിക്കിതൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. അതുമാത്രമല്ല, പുള്ളിക്കാരൻ എനിക്ക് ചപ്പാത്തി കൊണ്ട് നിർബന്ധിച്ച് തരുന്നു. അതുമാത്രമല്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഡിങ്കിനെ പോലെ എൻ്റെ ഒപ്പം നടന്ന കുടയായിട്ട് വരുന്നു. എൻ്റെ ചെരുപ്പെടുത്ത കാര്യങ്ങൾ വന്ന് നിങ്ങളോട് വന്ന് ചോദിക്കുന്നു. എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണെങ്കിലും മുഖത്ത് നോക്കി ഉള്ള കാര്യം പറയും, ചേട്ടാ ഇതൊന്നും നടപടിയാകുന്ന കേസല്ല, 2 വർഷം കഴിഞ്ഞാലും എനിക്ക് ചേട്ടനെ അങ്ങനെ കാണാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറയും എന്നുള്ള രീതിയിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഞാനിപ്പോൾ ഇവിടെ ഇഗ്നോർ ചെയ്ത് നടക്കണോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഹൗസിലുള്ള മറ്റംഗങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷം കാര്യങ്ങളെല്ലാം തന്നെ പറയാമെന്ന് വിചാരിച്ചതിന് ശേഷം അതേ അനുമോള് തന്നെ പോയി നെവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഒപ്പം അതിലെ നൂറയും ഉണ്ട്. അപ്പോൾ നെവിൻ ഇതെല്ലാം കേട്ടതിന് ശേഷം അനുമോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് താല്പര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അനീഷേട്ടൻ്റെ അടുത്ത് പോയി പറയണമെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നെവിൻ അതേപോലെ തന്നെ പോയി അനീഷിൻ്റെ അടുത്ത് പോയി, അനീഷേട്ടനെ ഞാനൊരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നാണ് കണ്ടിട്ടുള്ളത്, സഹോദരനായിട്ടേ കാണാൻ പറ്റൂ എന്നുള്ള രീതിയിൽ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പോയി പറയുകയാണ്. അപ്പം നെവിൻ ഇത് പോയി പറഞ്ഞ് അത് ഓവറാക്കി എന്നുള്ള രീതിയിൽ പറഞ്ഞ് നെവിൻ്റെ അടുത്ത് പോയി ഷൗട്ട് ചെയ്യുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞ തീർത്തിട്ടുള്ള ഇഷ്യൂ ആണ്. ഇതെല്ലാം പറയുന്ന സമയത്തും പുറത്തിത് കാണില്ലേ, ആൾക്കാരിത് കാണില്ലേ എന്നുള്ള രീതിയിൽ ആകുലപ്പെടുന്ന അനുമോളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഷാനവാസ് തമാശ എന്ന രീതിയിൽ പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും സീസൺ കഴിഞ്ഞിട്ട് അനുവിൻ്റെ അമ്മേനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും അനുവിനെ വെറുതെ ടെൻഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു.